പടച്ച റബ്ബേ എനിക്ക് പോവാൻ നേരെ ഈ കുഞ്ഞാപ്പൂന്റെ പുസ്തകങ്ങളൊന്നും എനിക്ക് നന്നാക്കാൻ വയ്യട്ടാ. ചുവന്ന മനുഷ്യൻ മണ്ണ് പറയിട്ട് അവൾ എന്നോട് പറഞ്ഞു നീ എന്തിനാ പറഞ്ഞത്? നീ ഇങ്ങനെ പോയിട്ട് കറി എവിടുന്ന് തായില്ല കച്ചവടക്കാരി കുഞ്ഞാപ്പൂ എന്റെ സാധനങ്ങളൊക്കെ കിച്ചണിൽ എടുത്ത് വെച്ചോട്ടാ. ഞാൻ എപ്പോഴാണാവോ അവിടെ എത്തുക? എനിക്കാണെങ്കിൽ എന്ത് പറത്തിയിടണം. എങ്ങനെയാണ് ഈ പെച്ച് നോമ്പോറ്റായിട്ട് വെയിലത്ത് ഇങ്ങനെ പണിയെടുക്കണേ? എനിക്കാണ് ഇവിടെ വെറുതെ കണ്ണെന്ന് വെച്ചാ പെൽച്ചകത്ത് ബാക്കിണ്ടോ? നോൽവ് മുറിച്ചിട്ടേ കുഞ്ഞാപ്പാനെ കൊല്ലും ഞാൻ. കുഞ്ഞാപ്പൂ എന്റെ പറത്ത് ആകെ ചുളിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇസ്തിരിട്ട് അടിക്കുക ചെയ്യും. മുണ്ടാ പോർന്ന് ഞാനെന്നെ ഇവിടെ നോമ്പോറ്റാണ്ട് ഇസ്തിരിയായി കിടക്കുക. അന്റെ ലഭിപ്പാനും കാര്യം ഞാൻ ഇപ്പച്ചോട് പറഞ്ഞു കണ്ടു കൊണ്ടാച്ചേ അങ്ങനെ വായിക്കുക. ഇപ്പച്ചാ എന്തേ സമൂസന്റെ ഉള്ളത്തെ ഉള്ളിൽ നിന്നാ നോമ്പൂല്ല. സമൂസ നിക്കാട് ഉള്ളി മുറിച്ചിക്ക്. എത്ര കരിഞ്ഞ വേണം? എത്ര കത്തി കരിഞ്ഞ വേണം? അത് നോമ്പായിട്ട് നിങ്ങളെ പള്ള കരിഞ്ഞേക്കരുത്. അത് നല്ലത്. ഇപ്പച്ചിയേ അതാ എന്തിനാ ചോര തച്ചേ? ഇത് കണ്ടെന്റെ നല്ലൊരു പർദ്ദം കത്തിച്ചിട്ടുണ്ട്. എന്തിനാ ഞാൻ എന്തെടുക്കുക? ഇങ്ങനെ ഇത് പതിനാത്രം മറ്റേ കംപ്ലൈന്റ് ഒന്നും ഒരു ഓട്ടം ഉണ്ടെന്നല്ലേ ഉള്ളൂ. അതൊന്നും പറ്റൂല. എന്താ പറ്റൂല? ഒരു കറുപ്പ് സീരാക്കണ്ട കൊടുത്ത് ആരറിയുന്നു? ഏച്ച് കുട്ടിയൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഇങ്ങനത്തെ പർദ്ദ തന്നെ വേണം. അപ്പൊ അതന്നല്ലേ പറഞ്ഞത്. എന്നാ എന്താ തന്നെ കേട്ടോ. ഇപ്പച്ചാ ബാങ്ക് കൊടുത്തു നോമ്പൊടുക്കാൻ വരേ. ബാങ്ക് കൊടുത്താലേ പൊട്ട മോൾട്ടി വിളിച്ചാണ്. മോൾട്ടി ഒരു പർദ്ദല്ല എവിടുന്നേലും കാര്യം വാങ്ങിയാ പോരെ. അതെങ്ങനെ എല്ലായിടത്തും വാങ്ങാൻ കിട്ടൂല. എന്താ ഇതിന് ഇത്ര വലിയ പ്രത്യേകത? അത് നിങ്ങൾക്ക് അറിയായിട്ടാണ്. ഇത് അറബിപ്പെണ്ണുങ്ങൾ ഉപയോഗിക്കണ മറ്റേ പർദ്ദയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ മഞ്ചേരി മലപ്പുറത്തുള്ള ഡ്യൂട്ടി ഫ്രീ പർദ്ദയിൽ മാത്രമേ കിട്ടുള്ളൂ. നജ്ജാൻ നടക്കാൻ ഞാൻ വരാം. സേനിനി വേണമെന്ന് അർപ്പിച്ചേക്കാം.